പാലക്കാട്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി താത്കാലികമായി നിർത്തിവെച്ചു. ഷോർട്ട് സർക്യൂട്ട് കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. പട്ടികജാതി പട്ടികവർഗ സംസ്ഥാന സംഗമത്തിനിടെയാണ് സംഭവം. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നോ? അനുജ, ആ പരിപാടി ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു ചർച്ചാ സെഷൻ നടക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിരിക്കുന്നത്. അത് ജനറേറ്ററിൽ നിന്ന് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി എന്നാണ് ഏറ്റവും ഒടുവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടക്കം പറയുന്നത്. അവർ ആ പ്രശ്നം പരിഹരിച്ച് ഇപ്പോൾ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. എന്നാലും അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് മുൻപ് ഇത്തരത്തിൽ കൂട്ടമായ ആളുകൾ ഈ വേദി ട്രൈപ്പൻഡ ഹോട്ടലാണത്. ഇവിടെ ഏതാണ്ട് 1500 പേർക്ക് മാത്രമുള്ള സൗകര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ പരിപാടിയുടെ സംഘാടകനൊക്കെ ആയിട്ടുള്ള ഡോക്ടർ പി സരിൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സരിൻ, എന്തായിരുന്നു സംഭവിച്ചതെന്ന് അല്ല, അതൊരു സാധാരണ സാങ്കേതിക തകരാറ് മാത്രമാണ്. ഒരു ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ശബ്ദ വെളിച്ച വിന്യാസങ്ങൾക്കുണ്ടായ ഒരു തടസ്സമാണ് നേരിട്ടത്. ആളപായങ്ങളോ ഒന്നും തന്നെയില്ല. ഒരു ഷോർട്ട് സർക്യൂട്ട്, അതൊരു ചെറിയ പരിശോധിക്കുന്നുണ്ടല്ലേ എന്താണ് തീയും ഉണ്ടായി എന്നുള്ളതാണ്. അത് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും അത് ഇടപെട്ടിട്ടുണ്ട്. അതിൽ ഒന്നുമില്ല. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. ഉടൻ തന്നെ ഏതാണ്ട് ഒരു 10 മിനിറ്റ് നേരം ആ പ്രദേശത്ത് മുഴുവൻ ആളുകൾക്ക് ചെറിയൊരു ഭയം. ആളുകൾ പൂർണ്ണമായി ഓടി പുറത്തേക്ക്. പെട്ടെന്ന് തന്നെ ആളുകളെ പോലീസിന് മാറ്റാനായി. പോലീസിന് വലിയൊരു സന്നാഹം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആളുകളെ മാറ്റാനായി. മുഖ്യമന്ത്രി വേദിയിൽ ഇരിക്കുകയായിരുന്നു. അവിടെ ശബ്ദം തകരാറിലായപ്പോഴാണ് എന്താ സംഭവമെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ വരെ അറിഞ്ഞു. വീണ്ടും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് എത്തി ആളുകളെ പൂർണ്ണമായി അവിടെ നിന്ന് മാറ്റി. ഏതാണ്ട് നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് പരിപാടി താൽക്കാലികമായി നിർത്തിവെച്ചു. ഇനി ചർച്ചാ സെഷൻ പുരോഗമിക്കുകയാണ്. എന്താണ് കാരണമെന്നതിനെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണം ജില്ലാ ഫയർഫോഴ്സിൽ നിന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. അനുജ, അതായത് മുഖ്യമന്ത്രി അവിടെ നിന്ന് പരിപാടിക്ക് ശേഷം പോയിട്ടുണ്ട് അല്ലേ? അങ്ങനെയല്ല അനുജ, മുഖ്യമന്ത്രി അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി ആ ഇരിക്കുന്ന സമയത്ത് ചർച്ചാ സെഷൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വിവിധ ആളുകൾ, അത് വേടൻ അടക്കമുള്ള ആളുകളുണ്ട്, നഞ്ചിയമ്മയുണ്ട്, പന്തളം ബാലൻ, പ്രമുഖ ചലച്ചിത്ര ഗായകൻ പന്തളം ബാലനുണ്ട്. അങ്ങനെ പ്രമുഖരെല്ലാവരും തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ വിവിധ വകുപ്പിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. മുഖ്യമന്ത്രി ആ ചർച്ച കേട്ട് അതിന് മറുപടി കൂടി നൽകിയ ശേഷം മാത്രമേ ഇവിടുന്ന് മടങ്ങുകയുള്ളൂ. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം അദ്ദേഹം ആ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു പുറത്ത് മുഖ്യമന്ത്രിയൊക്കെ ഇരിക്കുന്നതിൻ്റെ ഏതാണ്ട് മീറ്ററുകൾക്ക് അപ്പുറത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പുറത്താണ്, ഈ ഹാളിന് പുറത്താണ് ജനറേറ്റർ ഉള്ളത്. അവിടെയാണ് ചെറുതായി തീ പടർന്നത്, ഷോർട്ട് സർക്യൂട്ട് ആയത്. പെട്ടെന്ന് തന്നെ ആളുകളെ മാറ്റാനായി. മറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് ആളുകളെ മാറ്റാൻ ഇവിടെ സുരക്ഷാ ചുമതല ഉദ്യോഗസ്ഥർക്കായി പരിപാടി ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അനുജ, അതായത് ഇത് പുക ഉയർന്നു എന്നൊക്കെ തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് കൂടുതലൊരു അന്വേഷണത്തിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടോ? സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതിലേക്ക് ഒരു അന്വേഷണം ഉണ്ടാകുമോ? തീർച്ചയായും അനുജ, ഇതിൽ ആദ്യമേ എടുത്തു പറയട്ടെ, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിലുള്ള സംഗമമാണ്, സംസ്ഥാനതല സംഗമമാണ് ഇവിടെ ഈ ഹോട്ടലിൽ നടക്കുന്നത്. സ്വാഭാവികമായി സംസ്ഥാനതല സംഗമം നടക്കുന്ന സമയത്ത് 1500 പേരായിരുന്നു രജിസ്ട്രേഷനായി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. അത് 1500 കവിഞ്ഞ് 2300-ലേക്ക്. ഈ ഹോട്ടലിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്നാണ് ഈ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. 2300-ലധികം ആളുകൾ ഇവിടേക്ക് വന്നു. കൂടാതെ ഒഫീഷ്യൽസും മറ്റ് ഒക്കെയായി അതിലും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായി അത് AC-യുടെ പ്രവർത്തനം വളരെ വലുതാക്കി കൂട്ടി. അതിനുശേഷം കൃത്യമായ രീതിയിൽ ആളുകൾക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഉള്ളിലേക്ക് കയറാൻ കഴിയാത്ത ഒരു അവസ്ഥ കൂടി വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഒരു ഷോർട്ട് സർക്യൂട്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി ഈ ആളുകളൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് അത് തന്നെയാണ്. ഷോർട്ട് സർക്യൂട്ടാണ്. ജനറേറ്ററിൽ നിന്ന് പുകയുയർന്നു. ഒരു ചെറിയ തോതിൽ ഒരു തീപിടുത്തം പോലെ ആളുകൾക്ക് സംശയം തോന്നി. ഉടൻ തന്നെ ആളുകളെ മാറ്റാനായി. എന്നാലും മുഖ്യമന്ത്രി വേദിയിലായിരുന്നു. അതിനൊക്കെ മീറ്ററുകൾക്ക് അപ്പുറത്താണ്, അല്ലെങ്കിൽ പുറത്താണ്, വേദിക്ക് പുറത്താണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നിരിക്കുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ല. പരിപാടി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ചർച്ചയ്ക്ക് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും. ശരി, പാലക്കാട്ടാണ്. മലമ്പുഴയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതിനെ തുടർന്ന് താത്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നത്. ഇതിൽ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് സുരക്ഷാ വീഴ്ച എന്ന തരത്തിലേക്ക് അതിനെ വിലയിരുത്തേണ്ടതുണ്ടോ എന്നതിൽ സംശയമുണ്ട്. പട്ടികജാതി പട്ടികവർഗ സംസ്ഥാന സംഗമത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രി അവിടെ ഇരിക്കുമ്പോൾ തന്നെ വേദിക്ക് പുറത്താണ് പുക ഉയർന്നത്. ചെറിയൊരു തീപിടുത്തമാണ് ഉണ്ടായത്. ഇപ്പോൾ അത് പരിപാടികളൊക്കെ പുനരാരംഭിച്ചിട്ടുണ്ട്. ചർച്ചാ സെഷൻ നടക്കുകയാണ് എന്ന വിവരമാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയത്. നേരത്തെ ഈ പരിപാടിയുടെ സംഘാടകൻ ഡോക്ടർ പി സരിൻ്റെ പ്രതികരണവും നമ്മൾ നൽകിയിരുന്നു.